ഹലോ നമസ്കാരം. ബിഗ് ബോസ് മലയാളം സീസൺ 7 ലൈവ് ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഏറ്റവും അവസാനമായിട്ട് നമ്മുടെ ഷാനവാസും അതുപോലെ തന്നെ RJ ബിൻസിയുമായിട്ട് ചെറിയൊരു അടി നടന്നു. സംഭവം മറ്റൊന്നുമല്ല, ജയിൽ നോമിനേഷനിലേക്ക് ഷാനവാസ് RJ ബിൻസിയെ നോമിനേറ്റ് ചെയ്തു. ഇതിന്റെ കാരണം ചോദിച്ചുകൊണ്ട് തുടങ്ങിയ ഒരു കോൺവെർസേഷൻ ചെന്ന് നിന്നത് നല്ല ഒന്നാന്തരം മടിയിലാണ്. അതായത് RJ ബിൻസി എന്നിട്ട് ഷാനവാസിനോട് ചോദിക്കുവാണ്, നിങ്ങൾ എന്തിനാണ് എന്നെ നോമിനേറ്റ് ചെയ്തത്, അത് വളരെ മോശമായി പോയിന്ന്. ഉടനെ തന്നെ ഷാനവാസ് പറയുന്നു, അനു 4 വോട്ടുമായിട്ട് നിൽക്കുകയാണ്, അതുകൊണ്ട് തന്നെ അനുവിന്റെ പേര് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ അവൾ ജയിലിൽ പോകേണ്ടി വരും, അതുകൊണ്ടാണ് ആരുടെയെങ്കിലും പേര് പറയണമല്ലോ എന്ന് വിചാരിച്ച് നിന്റെ പേര് പറഞ്ഞെന്ന്. ഉടനെ എന്റെ ബിൻസി പറയും, പേര് പറയുന്നതിൽ കുഴപ്പമില്ല, പക്ഷെ പറഞ്ഞ കാര്യമാണ് മാറിപ്പോയത്, അതൊട്ടും ശരിയായില്ല. ഇതിങ്ങനെ സംസാരിച്ച് മുന്നോട്ട് പോകുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ ഷാനവാസ് അങ്ങോട്ട് പ്രൊവോക്ക് ആവുന്നു. പുള്ളി പറയുന്നു, നീ പോയി വല്ല മുള്ളുമുറിക്കലും കയറിയെന്ന്. ഇത് കേട്ടതും ഉടനെ തന്നെ RJ ബിൻസി പറഞ്ഞു, മുള്ളുമുറിക്കല് വിഷമം വരുമ്പോഴത്തേക്കും താനങ്ങോട്ട് കയറിയാ മതി, ഒന്ന് പോടാന്ന്. ഇത്രയും പറഞ്ഞുകൊണ്ട് RJ ബിൻസി അങ്ങ് നടന്നു പോവാണ്. ഇത് കഴിഞ്ഞിട്ട് ഷാനവാസിന്റെ ശബ്ദമായി നിന്നുകൊണ്ട് നമ്മുടെ നെവിൻ ബിൻസിയുമായിട്ട് വലിയ തർക്കങ്ങളിൽ ഏർപ്പെടുന്നുണ്ട്. അപ്പൊ തൊട്ടടുത്തായിട്ട് കയ്യൊക്കെ അടിച്ചുകൊണ്ട് നമ്മുടെ ഷാനവാസ് നിൽക്കുന്നുണ്ട്. അല്ലെ, ഞാനിപ്പോ ആലോചിക്കുന്നത്, ഈ കൺഫെഷൻ റൂമിൽ വന്നിരുന്ന് വലിയ കേരള സംസ്കാരത്തെ കുറിച്ചൊക്കെ വാദിച്ച അല്ലെങ്കിൽ വലിയ വായിൽ വർത്താനം പറഞ്ഞ ഈ ഷാനവാസ് ഈ പറഞ്ഞത് കേരള സംസ്കാരത്തിന് യോജിക്കുന്നതാണോ എന്നുള്ളത് എനിക്കറിയില്ല. അത് മാത്രമല്ല, ഈ ബിൻസിയുമായിട്ടുള്ള കോൺവെർസേഷൻ തുടങ്ങുന്ന സമയത്ത് അറിയാതെ ബിൻസിയുടെ വായിൽ നിന്നും താൻ എന്ന വാക്ക് വന്നു. ഉടനെ തന്നെ ഷാനവാസ് തലയിൽ കൈവച്ചുകൊണ്ട് പറഞ്ഞു, താൻ എന്നൊന്നും വിളിക്കല്ലേ, അത് മോശമല്ലേ എന്നുള്ള രീതിയിൽ. അതേ ഷാനവാസ് ഒരു 2 മിനിറ്റ് പോലും തികഞ്ഞിട്ടില്ല, ആ സമയത്താണ് നീ പോയി മുള്ളുമുറിക്ക് കയറടി എന്ന് പറയുന്നത്. എന്താല്ലേ, എന്നാലും വരാം, സംസാരിക്കാനുണ്ട്.